ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്ത് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ലീവ് എത്താതെ വരാറുണ്ട്. അങ്ങനെ സ്ലീവ് എത്താതെ വരാതിരിക്കാനായിട്ട് നമുക്ക് ബിഗിനേഴ്സിന് പോലും വളരെ പെർഫെക്റ്റായിട്ട് എങ്ങനെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബോഡി പാർട്ട്, ഇപ്പോൾ ചുരിദാറാണെങ്കിൽ ചുരിദാറിൻ്റെ ബോഡി പാർട്ട്, ഇവിടെ ഞാൻ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബോഡി പാർട്ടിൻ്റെ ബാക്ക് പാർട്ട് എടുത്തതിന് ശേഷം നമ്മളിവിടെ ആം റൗണ്ട് ഉണ്ടല്ലോ, ആം റൗണ്ടിൻ്റെ അവിടുത്തെ അളവൊന്ന് നോക്കണം. ഇവിടെ ഞാൻ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങളിപ്പോൾ ചുരിദാറിൻ്റെ ആണെങ്കിൽ ചുരിദാറിൻ്റെ ബാക്ക് പാർട്ട് എടുത്തതിന് ശേഷം അവിടുത്തെ ഈ ആം റൗണ്ട് ഒന്ന് അളന്നതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള അര ഇഞ്ച് ഒന്ന് വിട്ടതിന് ശേഷം ബാലൻസ് വരുന്നത് എത്രയാണെന്ന് ഇങ്ങനെയൊന്ന് അളന്ന് നോക്കണം. ടേപ്പ് വെച്ച് 2-3 പ്രാവശ്യം അളന്ന് നോക്കിയതിന് ശേഷം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പം അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള അര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്നത് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്, നമ്മളിവിടെ 1/4 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 1/4 ഇഞ്ച് ഇങ്ങനെ നീക്കി വെച്ച് ഇങ്ങനെ ചുറ്റിനും റൗണ്ട് ചെയ്ത് നമ്മൾ ടേപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് ഒന്ന് അളന്നെടുക്കണം. ഇവിടെ എനിക്കിപ്പോൾ 9.5 ഇഞ്ചാണ് വരുന്നത്. കണ്ടില്ലേ, 9.5 ഇഞ്ചാണ് വരുന്നത്. ഈ അളവ് വെച്ച് വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. ഇത് ഓർത്ത് വെച്ചേക്കണം. ഇത് വെച്ചാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള പീസാണിത്. ഇതിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ തുണിയെ 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. പിന്നീട് വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ മടക്കിയിട്ട് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ 2 സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ സ്ലീവിനായിട്ടുള്ള തുണി 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇവിടെ മടക്കുവശം എൻ്റെ നേർക്കാണ്, ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്താണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ടേക്കുന്ന പീസ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയിട്ടേക്കുവാണ്. ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് എത്രയാണോ ആം റൗണ്ട് കിട്ടിയത്, എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടിയത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ചെങ്കിലും നമുക്ക് മിനിമം ഇവിടെ കിട്ടിയിരിക്കണം. എനിക്കിപ്പോൾ ഇവിടെ 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഈ 4 പീസും കൂടെ വരുന്ന ഭാഗത്ത് 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. 8.5 ഇഞ്ചെങ്കിലും കിട്ടണമെങ്കിൽ നമ്മുടെ സ്ലീവ് കറക്റ്റായിട്ട് ആം റൗണ്ടിൽ കറക്റ്റ് അളവിൽ കിട്ടത്തുള്ളൂ. ഇവിടെ ഇപ്പം 9.5 ഇഞ്ചാണ് ഞാൻ ആം റൗണ്ട് അളന്നെടുത്തത് ബോഡി പാർട്ടിൽ നിന്നും. എനിക്കിവിടെ 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ചെങ്കിലും കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമുക്ക് എത്രയാണോ സ്ലീവിന് വേണ്ടുന്ന ലെങ്ത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് വേണ്ടുന്ന സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായും കൂടെ ചേർത്ത് 12 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലെങ്ത്, സ്ലീവിൻ്റെ ലെങ്താണ് ഈ 12 ഇഞ്ച്. 10.5 ഇഞ്ചാണ് വേണ്ടുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടെ ചേർത്ത് 12 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ മടക്കുവശമാണ് വരുന്നത്. പിന്നീട് അതേ 12 ഇഞ്ച് നമ്മൾ താഴ്വശത്തും ഓപ്പൺ സൈഡിൻ്റെ അവിടെയും 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇവിടെ ഒരു ലൈൻ വരച്ചെടുക്കണം. പിന്നീട് ആ 12 ഇഞ്ച് മടക്കുവശമല്ല ഓപ്പൺ സൈഡിൻ്റെ അവിടെ നിന്നും നമ്മുടെ ഇങ്ങോട്ട് നീക്കി ഇടത്തേക്ക് നീക്കി ഒരു 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ലെങ്തിൽ നിന്ന് 3.5 ഇഞ്ചിലേക്ക് നമുക്കൊരു ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം. ചരിച്ചൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ താഴ്വശത്ത് ഓപ്പൺ സൈഡിൻ്റെ അവിടെ നമ്മൾ എത്രയാണോ ബോഡി പാർട്ടിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്, നിങ്ങൾ 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബോഡി പാർട്ടിൽ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാലൻസ് വരുന്നത് എത്രയാണെന്ന് നോക്കണം. ഇവിടെ എനിക്ക് 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്നും വെളിയിലേക്ക്
ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് കുഴിച്ച് ഈ 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അകത്തേക്കൊരു 1/4 ഇഞ്ച് കുഴിച്ച് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് ആ പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ സ്ലീവ് ഓപ്പൺ റൗണ്ട് താഴ്വശത്തെ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആദ്യം മാർക്ക് ചെയ്ത ഈ 1.5 ഇഞ്ച് നമ്മളിവിടെ ആയിട്ട് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്ത പോയിൻറ്റും സ്ലീവ് ഓപ്പൺ റൗണ്ടും കൂടെ ചേർത്തൊരു ലൈൻ വരച്ചു കൊടുക്കണം. പിന്നീട് എക്സ്ട്രാ ആയിട്ടുള്ള 1.5 ഇഞ്ച്, ഇത് തയ്യൽ തുമ്പിനായിട്ടുള്ളതാണ് ഈ 1.5 ഇഞ്ച്, അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ലൈനിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. എക്സ്ട്രാ ആയിട്ട് തയ്യൽ തുമ്പിനായിട്ടാണ് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ച് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ 2 സ്ലീവും കൂടെ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടാനായിട്ട് നമ്മൾ 2 സ്ലീവിനെ ഇങ്ങനെ നിവർത്തി ഒന്ന് ഇട്ടതിന് ശേഷം നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് നോച്ച് ഇട്ട് കൊടുത്തല്ലോ, അവിടെ നിന്നും 1 ഇഞ്ച് നീക്കി ഉള്ളിലേക്കൊരു 1/2 ഇഞ്ച് കുഴിച്ച് ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ 1.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഫ്രണ്ട് സ്ലീവിനാണ് നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ചുളിവ് വരാതിരിക്കാനായിട്ടാണ് ഫ്രണ്ട് സ്ലീവിൽ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫ്രണ്ട് സ്ലീവാണെന്ന് അറിയാനായിട്ട് ഇവിടെ ഒരു നോച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇത്രയും വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവ് എത്താതെ വരുന്ന പ്രോബ്ലം ഉണ്ടാകത്തില്ല. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ.